ഞാൻ ഒരു നിമിഷം ഒന്ന് തിരിച്ചു വരാം. ഗായത്രി പറഞ്ഞതിന്റെ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്കറ്റിംഗ് ആണ് ഈ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചതെങ്കിൽ ആ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്ത്രീ ശരീരത്തെ ഉപയോഗപ്പെടുത്തി വളരെ മോശം ഭാഷയിൽ സംസാരിച്ചു എന്നതാണ് അയാൾക്കെതിരെയുള്ള കുറ്റം. രാഹുൽ, ഒരൊറ്റ ചോദ്യം. ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിലെ ചില മനുഷ്യരുടെ അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ സ്ത്രീകൾ ഇനി എത്ര കാലം ഈ ശരീരം മൂടി നടക്കണം രാഹുൽ? ഫറാഷ് ഷിബിലയുടെ വാക്കുകളിൽ പറയാം. കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞാൽ നാളെ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫറാഷ് ഷിബില എന്ന സ്ത്രീയുടെ വാക്കുകളിൽ പറയാം. ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ ആൺനോട്ടങ്ങളെ വിപണന സാധ്യതയുള്ള ഏറ്റവും നല്ല രീതിയിൽ ഹണി റോസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് സ്ത്രീയായ, വനിതയായ, മോഡലായ, അഭിനേത്രിയായ ഫറാഷ് ഷിബില പറഞ്ഞത് കൂടി നമ്മുടെ ചർച്ചയ്ക്ക് പൊതുസമൂഹം വിധേയമാക്കണം. രാഹുൽ ഈശ്വർ പറയാൻ കഴിയാത്തതിന്റെ കാരണം ഞാനിത് പറയുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ സെക്ഷലി കളേർഡ് റിമാർക്സ് കൊണ്ട് ആക്രമിച്ചുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാകും. ഇനി രണ്ട്, ഗായത്രി മാഡവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തരുന്നത്. ആർട്ടിക്കിൾ 19 ലിമിറ്റേഷനായി നമ്മുടെ ഭരണഘടന പറയുന്നത് ഡീസൻസിയും മൊറാലിറ്റിയും പബ്ലിക് ഓർഡറും കൂടിയാണ്. അതോടൊപ്പം ബാക്കി 6 കാര്യങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ഈ ഡീസൻസിയും മൊറാലിറ്റിയും എന്നൊരു വകുപ്പ് നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട്. നമുക്ക് എവിടെയാണ് ആ ഡീസൻസി എന്ന് വാദിക്കാം, എന്താണ് മൊറാലിറ്റി എന്ന് വാദിക്കാം. പക്ഷേ അത് പഴയ വ്യാഖ്യാനമാണ്. അത് പോട്ടെ, മറ്റൊരു വിഷയം. എന്തായാലും ഡീസൻസി എന്നൊരു വാക്ക് അതിൽ ഉണ്ടെന്ന കാര്യത്തിൽ ഡോക്ടർ അരുൺകുമാർ ഇനി അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീസൻസി ആണോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ബോച്ചയുടെ കാര്യത്തിലും ഡീസൻസി ആവശ്യമാണ്, ഹണി റോസിന്റെ കാര്യത്തിലും ഡീസൻസി ആവശ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ, അവരുടെ ചോയ്സ് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയായി? അതിനുള്ള ലിമിറ്റേഷൻ അല്ലേ ആർട്ടിക്കിൾ 19 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീസൻസി പറയുന്നത്? അതിനുള്ള ലിമിറ്റേഷൻ അല്ലേ ഡീസൻസി എന്ന് പറയുന്നത്? അവിടെയാണ് ആ ഡീസൻസി അമല പോളിനും രാഹുൽ ഈശ്വറിനും ഡോക്ടർ അരുണും അല്ലെങ്കിൽ ഗായത്രി മാഡത്തിനും നമ്മുടെ ഹണി റോസിനും ബാധകമാണ്. ആ ഡീസൻസിയെ കുറിച്ച് രാഹുൽ മൊറാലിറ്റി വിടൂ, അത് മറ്റൊരു വിഷയമാണ്. ഡീസൻസിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഡീസൻസിയുടെ കാര്യത്തിൽ ഈ ഡീസൻസി ലംഘിക്കുമ്പോൾ, ഉദാഹരണത്തിന് അമിതമായ ശരീര വണ്ണമുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ ബസ്സിൽ സഞ്ചരിക്കുകയാണ്, നിങ്ങൾ അവരെ ഡീസൻസി ഇല്ലാത്ത സ്ത്രീ എന്ന് വിളിക്കൂ? ഒരിക്കലും അത് പറയുന്നില്ല. നിങ്ങൾ ബോഡി ഷേമിംഗ് ആണല്ലോ അൾട്ടിമേറ്റ്ലി ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ ശ്രമിച്ചത്. ബോഡി ഷേമിംഗ് ആണല്ലോ ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ രാഹുലും സാരിയെ കുറ്റം പറയുമ്പോഴും ശ്രമിക്കുന്നത് ആ സാരി മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ശരീരത്തെയാണല്ലോ രാഹുൽ അഡ്രസ് ചെയ്യുന്നത്. ഒരു വരിയിൽ അങ്ങ് കേൾക്കണം. ഹണി റോസിന്റെ തന്നെ ഡീസൻസി പഠിക്കാം. ഹണി റോസ് ഇന്നലെ കോടതിയിൽ വന്നത് എത്ര മാന്യമായി നല്ല രീതിയിൽ ഷോൾ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചല്ലേ വന്നത്. ആ ഹണി റോസ് ആയിരിക്കണം നമുക്ക് മാതൃക. ആ ഹണി റോസ് ആയിരിക്കണം പൊതുവേദികളിലെ മാതൃക. അല്ലാതെ അതിനുള്ള അവകാശമൊന്നും നമുക്കില്ല രാഹുൽ. ഹണി റോസ് ഇന്ന വേഷമിട്ട് സംശയം ഇതാണ്, കോടതിയിൽ വരുന്ന വസ്ത്രമിട്ട് ഹണി റോസ് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയ്യോ എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് മാന്യത എന്നൊരു കാര്യവും ഡീസൻസി എന്നൊരു കാര്യവും എങ്ങനെയാണ് രാഹുൽ ഡിഫൈൻ ചെയ്യുക? ഞാനല്ലല്ലോ, പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. രാഹുലല്ലാതെ പൊതുസമൂഹത്തിൽ നമുക്കറിയാവുന്ന ഒരു പൊതുസമൂഹം എന്ന് പറയുന്നത് ഈ പറയുന്ന വഷളത്തരം പറയുന്ന ബോബി ചെമ്മണ്ണൂരാണ്. അല്ല ശ്രീ അരുണിന്റെ ചാനലിലെ അടക്കം കമന്റുകൾ വെറുതെ നോക്കിയാൽ മതി. കേരളത്തിലുള്ള എല്ലാ ചാനലിന്റെയും കമന്റ് നോക്കിയാൽ 99% ചാനലുകളും ഹണി റോസ് അവരെ പൊതുസമൂഹം എന്ന് വിളിക്കണോ? ഞാൻ ഞാനിത് പറഞ്ഞത് ഇത്തരം വൈകൃതങ്ങളുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങളെ പൊതുസമൂഹമായി എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി ഇങ്ങനെ വസ്ത്രം ധരിച്ചു വരുന്നതിൽ അസ്വസ്ഥതയുണ്ടാവൂ? ഹണി റോസ് എന്ന് പറഞ്ഞ പ്രഗത്ഭയായ കലാകാരി, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടി, തെലുങ്കിലടക്കം അഭിനേത്രിയായ വന്ന നടി, സാരി കുറെ കൂടെ മിതമായും മാന്യമായും ഉടുക്കണമെന്നാണ് അവരോട് താഴ്മയും ഇഷ്ടത്തോടു കൂടി. അതൊക്കെ ഒരു എന്താ പറയാ പഴയ വൈബാണ്, അത് സൂര്യ നമ്പൂതിരിയുടെ വൈബാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ ഹണി റോസ്, ഒരു നിമിഷം, രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ ഹണി റോസ് ഇപ്പോൾ ഈ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ, ഇത്തരം ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ വസ്ത്രധാരണവുമായിട്ട് വന്നാൽ രാഹുൽ ഈശ്വറിന് അസ്വസ്ഥതയുണ്ടാവൂ? രാഹുൽ ഈശ്വർ ഹണി റോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അതാണ് ഹണി റോസ് മെസ്സേജ്. താങ്കൾക്ക് അസ്വസ്ഥതയുണ്ടാവും, അതിനുവേണ്ടി ഹണി റോസ് നിന്ന് കൊടുക്കരുത് എന്ന് മാത്രമേ താങ്കൾക്ക് അസ്വസ്ഥതയുണ്ട്. എന്റെ സ്ട്രെയിറ്റ് ചോദ്യം. Debate with Dr. Arun Kumar.